ഒരു വീടായ കുറച്ച് അടുക്കും ചിട്ടയൊക്കെ വേണം. ഇതാ നോക്ക്, അവിടെ ഇവിടെ ഓരോ കച്ചറ കിടക്കുന്നത് എല്ലാം ഞാനിന്ന് തൂത്തുവാരി വൃത്തിയാക്കി എടുക്കും. ഓ, ഈ പാത്രം ഒന്നും അമ്മ വൃത്തിക്ക് കഴുകത്തില്ലേ? നോക്കിക്കേ എന്തോരം എണ്ണമെഴുക്ക പാത്രത്തിലുള്ളതെന്ന്. ഇന്ന് ഞാൻ സോപ്പ് കൊണ്ട് ഒരച്ചരച്ച് കഴുകി പാത്രമൊക്കെ വെട്ടി തിളങ്ങുന്ന പോലെ ആക്കും. അവനവന്റെ തുണികൾ അവനവൻ തന്നെ കഴുകണം, അതാ അതിന്റെ ഒരു മര്യാദ. ഇതാ നോക്കിക്കേ എന്തോരം തുണികളെ കഴുകാനുള്ളതെന്ന്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തുണി അലക്കാൻ വേണ്ടി മാറ്റി വെക്കണം, അതാണ് അതിന്റെ ഒരു ഇത്. ഈ തുണികളൊക്കെ വലിച്ചു വാരി ഇങ്ങനെ കട്ടിലൊന്നും ഇട്ടേക്കാതെ ഓരോന്നും നല്ല വൃത്തിക്ക് മടക്കി ഒതുക്കി അലമാരിയിൽ വെക്കണം. യെസ്, ഗുഡ് ഗേൾ. എന്നും രാവിലെയും വൈകിട്ട് വീട്ടുകാർക്ക് ഓരോ സ്വാദിഷ്ടമായ ചായയെങ്കിലും ഇട്ട് കൊടുക്കണം, അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം. അമ്മ, ഞാൻ വീട് മൊത്തം തൂത്തുവാരി തുടച്ചിട്ടിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ നല്ലോണം കഴുകി വെച്ചു. അലക്കാൻ കൂട്ടിയിട്ടിരിക്കുന്ന തുണിയൊക്കെ അലക്കിയിട്ടു. കട്ടിലെ കിടന്ന തുണികളൊക്കെ മടക്കി അലമാരിയിൽ വെച്ചു. അമ്മയ്ക്ക് നല്ല ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ശരി, അലമാരിയിൽ എന്റെ പേഴ്സിലെ പൈസ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് പോയി റീചാർജ് ചെയ്തു. താങ്ക് യു മമ്മി. എന്റെ പൊന്നോ, ഒന്ന് റീചാർജ് ചെയ്യാൻ എന്തൊക്കെ പണികളായി വീട്ടിൽ ചെയ്തേ. എന്നും ഇതേപോലെ പണികളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഇനി എന്റെ പട്ടി ചെയ്യും. ഇനി അടുത്ത റീചാർജിന്റെ സമയത്തേ ഉള്ളൂ പണി ചെയ്യലൊക്കെ.